السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد. أبو بكر نفيع بن الحارث رضي الله تعالى عنه ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ما من ذنب أجدر أن يعجل الله تعالى لصاحبه العقوبة في الدنيا مع ما يدخر له في الآخرة مثل البغي وقطيعة الرحم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ദംബിൻ, ഒരു തിന്മയും തന്നെ ഇല്ല, അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു തആല ലിസാഹിബിഹി അൽ ഉഖൂബത ഫി ദുനിയ, ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ വേഗത്തിൽ നൽകുന്നതോടൊപ്പം വേഗത്തിൽ നൽകുകയും അതോടൊപ്പം തന്നെ ആഖിറത്തിൽ ആ മനുഷ്യന് ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു വെക്കുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ദുനിയാവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകും, അതോടൊപ്പം തന്നെ നാളെ ആഖിറത്തിലും ശിക്ഷ നൽകുന്ന ഏറ്റവും അനുയോജ്യമായ ഒരു തിന്മയും തന്നെ ഇല്ല, മിത്ലുൽ ബഗ്യി, അതിക്രമത്തെ പോലെ. അപ്പോൾ നമ്മൾ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ നമ്മുടെ നോട്ടം കൊണ്ടോ ഏത് രൂപത്തിലാണെങ്കിലും മറ്റൊരാളെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ട് എങ്കിൽ അതിനുള്ള ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ തരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അള്ളാഹു ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അതിനുള്ള ശിക്ഷ നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. രണ്ടാമത് അവിടുന്ന് പറഞ്ഞത് ഖതിഅത്തുർ റഹിം, അതുപോലെ തന്നെ കുടുംബബന്ധം മുറിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. ഒരുപാട് പ്രതിഫലങ്ങൾ അതിന് ദുനിയാവിലും നാളെ ആഖിറത്തിലൊക്കെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള കുടുംബബന്ധം ഒരാൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ അത് മാതാപിതാക്കളായിട്ടാവാം, അല്ലെങ്കിൽ മക്കളായിട്ടാവാം, അതല്ലെങ്കിൽ നമ്മുടെ ഉപ്പമാരുടെ അനിയന്മാർ, ഏട്ടന്മാർ, ഉമ്മമാരുടെ ആ രൂപത്തിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് നമ്മൾ വിച്ഛേദനം പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ശിക്ഷ ലഭിക്കാൻ അത് കാരണമായി തീരുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇനി ഒരാൾക്ക് ആ കുടുംബബന്ധം കൊണ്ട്, അതായത് അയാളെ കൊണ്ട് ഉപദ്രവമാണ് ഉള്ളത് എങ്കിൽ നമുക്ക് എങ്ങനെ നോക്കിയാലും നമ്മുടെ ധനത്തിൽ നഷ്ടം വരും, അതല്ലെങ്കിൽ നമ്മുടെ അഭിമാനത്തിൽ നഷ്ടം വരും, നമ്മുടെ ശാരീരികമായി എങ്ങനെ നോക്കിയാലും നമുക്ക് നഷ്ടമാണ് എങ്കിൽ അദ്ദേഹവുമായി നമുക്ക് മാറി നിൽക്കുന്നത് കൊണ്ടെന്തില്ല, വിരോധവുമില്ല. നമുക്ക് അത് നഷ്ടം കൃത്യമായിട്ടുണ്ടാവും. ഒന്നെങ്കിൽ നമ്മുടെ ദീന് നഷ്ടപ്പെടും, ഒരു ഫാസിഖാണ് അല്ലെങ്കിൽ ഫാജിറാണ്, തെമ്മാടിയാണ്, ആ രൂപത്തിലുള്ള ഒരാളാണ്. അയാളോട് കൂട്ടുകൂടുക എന്നുള്ളത് നമ്മുടെ ദീനിനെ തന്നെ ഇല്ലാതാക്കി കളയുന്ന കാര്യമാണ്. ചിലപ്പോൾ ചില ആളുകൾ വഞ്ചകന്മാരായിരിക്കും, അതായത് എന്തെങ്കിലും വഞ്ചിച്ചു എന്നുള്ളതല്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെ വഞ്ചിക്കുക എന്നുള്ള അടിസ്ഥാനമായിരിക്കും. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ചീത്ത പറയാൻ, നമ്മുടെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ, ആ രൂപത്തിലുള്ള ഒരാളായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഹജർ പാലിക്കും, അദ്ദേഹത്തിൽ നിന്ന് ഒരു ഗ്യാപ്പ് ഇടുന്നതിന് എന്തില്ല, അത് തെറ്റുമില്ല എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.